People with diabetics. diabetes. പറഞ്ഞു. അത്രേ ഉള്ളൂ. With diabetics. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ ആണോ അത് സെക്കൻഡ് മൊഡ്യൂൾ ആണോ? ഇത് സെക്കൻഡ് മൊഡ്യൂൾ ആടാ. ചാപ്റ്റർ 23. ശരി. താങ്ക് യു ടാ. വെൽക്കം. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒന്ന് പറയോ? അതിന്റെ നോട്ട് ഒന്ന് പറയോ? Is a diet. High protein diet is a diet which contains food rich in proteins. Rich in proteins are beneficial for daily routines. 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 Next was pharmacy, the continuation ആണ്. ഏതാ? Pharmacy, the continuation ആണ്. ഇതാണ് ക്ലാസ്. ഫാർമസിയുടെ ഇനി അടുത്ത ക്ലാസ് ഫാർമസിയുടെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അറിയില്ല. അതാണെന്ന് ഓർമ്മയില്ലാത്തല്ല. മറന്നു വിളിച്ചിട്ടുണ്ടാവും. അന്നവിടെ വെച്ച് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത്. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാരും വായിച്ചൊക്കെ നോക്കിയോ? PD പ്രോസസ് വരെ? Yes. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Okay. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാട്ടോ. ഓക്കെ, OPD പ്രോസസ് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് സ്ട്രക്ചർ കേട്ടോ. എന്താണ് മാനേജ്മെന്റ് സ്ട്രക്ചർ? 3 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. One is flow of patient should be smooth, easy and quick. അതായത് പേഷ്യന്റ് ഒഴുക്ക് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, സ്മൂത്ത് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ആയിരിക്കണം, ക്വിക്ക് ആയിരിക്കണം. പേഷ്യന്റ് വരുമ്പോൾ, ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരധികം ഒന്നും കാത്തൊന്നും നിർത്തിപ്പിക്കാതെ, അതായത് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എന്ത് ചെയ്യണം? പേഷ്യന്റ് സുഗമമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള പ്രൊസീജിയർ ആയിരിക്കണം ഹോസ്പിറ്റൽസ് അഥവാ OPDs ഫോളോ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അതായത് സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടായിരിക്കണം. കൂടുതലായിട്ട് ആളുകൾ, സ്റ്റാഫുകൾ അവിടെ വർക്കിംഗ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഒരു 1000 പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് അവരെ സർവീസ് ചെയ്യാനുള്ള വേണ്ട വിധത്തിലുള്ള സ്റ്റാഫുകൾ എവിടെ ഉണ്ടായിരിക്കണം? OPDയിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് പാർക്കിംഗ് ആണ്. അതായത് നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ റിസപ്ഷന്റെ ഫ്രണ്ടിലായിട്ടാണ് എന്ത് വരുന്നത്? പാർക്കിംഗ് വരുന്നത് അല്ലെ. അപ്പൊ രോഗികൾ എന്താണ്? അവര് നടന്നിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്, വണ്ടിയല്ലേ, അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ വരുമ്പോൾ അവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഇത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 3 പോയിന്റ് ആണ് മാനേജ്മെന്റ് സ്ട്രക്ചറിലുള്ളത്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. രണ്ടാമത്തത് പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് പാർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങള് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD എന്തൊക്കെയാണ്? അതായത് ഒരു സംഘടനാപരമായിട്ട് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് OPDയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് അവിടെ സ്റ്റാഫുകൾ വരുന്നത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷന്റെ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്, കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളെയാണ്.
കേട്ടോ. അപ്പൊ സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ പറയേണ്ടത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫുകളാണ്. ഓക്കെ. രണ്ടാമത്തത് നഴ്സിംഗ് സ്റ്റാഫാണ്. നഴ്സിംഗ് സ്റ്റാഫിൽ പെടുന്നവർ ആരൊക്കെയാണ്? നഴ്സസ് വരുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നഴ്സിംഗ് സ്റ്റാഫിൽ എന്തായാലും നഴ്സസ് വരും. രണ്ടാമത്തത് ANMS ആണ്. ANMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്കെ. അതായത് നഴ്സുമാരെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന, ഓക്സിലറി ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആണ് എന്ത്? ഈ ANMS എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്കെ. അതായത് ഇപ്പൊ ഡെലിവറി സമയത്തൊക്കെ എന്താണ് നഴ്സുമാരെ സഹായിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ, ഈ ANMS എന്ന് പറയുന്ന ആ പോസ്റ്റിലുള്ള ആളുകള് നിൽക്കാറുണ്ട് കേട്ടോ. സഹായ ഉദ്യോഗസ്ഥരാണത് ANMS എന്ന് പറയുന്നത്, ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്കെ. ഇനി സബ് സർവീയന്റ് സ്റ്റാഫ്. ആരാണ് സബ് സർവീയന്റ് സ്റ്റാഫ് എന്ന് നോക്കാം. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്, ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്, അതുപോലെ തന്നെ ECG എടുക്കുന്ന സ്റ്റാഫുകള്, അവർക്ക് ഏത് സ്റ്റാഫിന്റെ ഗണത്തിലാണ് വരിക? അവര് സബ് സർവീയന്റ് സ്റ്റാഫ് ആണ് കേട്ടോ. സബ് സർവീയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവര്, ലബോറട്ടറിയില്, ECG, ഈ 3 ഇതിലും പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് സർവീയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ക്ലറിക്കൽ സ്റ്റാഫ്. നമുക്കറിയാം അല്ലെ? അതായത് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന, അതായത് ഫയൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ആളുകളാണ് എന്ത്? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആളുകൾ എന്തിന്റെ ഭാഗമാണ്? OPDയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ്, സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ് അവര്. രണ്ടാമത്തത് നഴ്സിംഗ് സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ANMS. മൂന്നാമത്തത് സബ് സർവീയന്റ് സ്റ്റാഫ്, റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രോബ്ലംസ് അറ്റ് OPD. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ്? നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും ചില ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ്, insufficient number of doctors. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrive at the clinic. Okay. Insufficient number of doctors എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മള് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട് അല്ലെ, ഡോക്ടർമാരുടെ ഒക്കെ റൂമിന് ഫ്രണ്ടിലായിട്ട് എന്താണ് ധാരാളം പേര് എന്ത് ചെയ്യുന്നുണ്ടാവും? വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ അവിടെ 1000 പേഷ്യൻസ് വന്നിരിക്കാം, പക്ഷെ 1000 പേഷ്യൻസിന് വെറും 10 ഡോക്ടർമാരോ അല്ലെങ്കിൽ 5 ഡോക്ടർമാരൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോ വരുന്ന പേഷ്യൻസിനേക്കാളും എണ്ണം വളരെ കുറവാണെന്ത്? അവിടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് രോഗികളുടെ എണ്ണം കൂടുതലും ഡോക്ടർമാരുടെ എണ്ണം കുറവുമായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇത് എന്താണ് ഹോസ്പിറ്റൽ സൃഷ്ടിക്കുന്നത്? അതായത് ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ തന്നെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡിൽ ആളുകളുടെ ഒരു തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? രോഗികൾ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും? തങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് ഈ ഡോക്ടർമാര് വരുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? രോഗികൾ എന്ത് ചെയ്യുന്നത്? വന്നിവിടെ കാത്തു നിൽക്കുന്നത് അല്ലെ. നമുക്കറിയാം ഓരോരോ പേഷ്യൻസ് വരുന്നത്, അതായത് ഓരോരോ ഡോക്ടർമാരെ അവർ കൺസൾട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന രോഗിക്ക് ആദ്യമാണ് മുൻഗണന കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം ആരാണോ വരുന്നത് അവരെയാണ് ആ ഡോക്ടർ ആദ്യം നോക്കുന്നത്. അപ്പൊ ഈ ഭയങ്കര, അതായത് ഏർലി മോർണിംഗ് ഒക്കെ എന്ത് ചെയ്യും? ആളുകൾ വന്ന് ക്യൂ നിൽക്കും ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഉച്ച സമയമാകുമ്പോ എന്താണ് എനിക്ക് പോവുമല്ലോ, അതിനു മുമ്പ് എന്ത് ചെയ്യണം? പേഷ്യൻസിന് ഡോക്ടർമാരെ കാണണം. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ വന്ന് എന്താണ് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട് കേട്ടോ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്. ഓക്കെ.
Second point, inappropriate appointment system. Okay, appointment patient has no priority over non-appointment patient. This creates congestion in the clinic during the beginning of the day. അതായത് നമ്മൾക്കറിയാം, അതായത് അപ്പോയിന്റ്മെന്റ് ചെയ്ത് വരുന്ന പേഷ്യൻസിന് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനേക്കാളും പ്രയോറിറ്റി നൽകുന്നില്ല, അല്ലെങ്കിൽ പ്രയോറിറ്റി ലഭിക്കുന്നില്ല. ഇത് എന്ത് ചെയ്യുന്നു? അതായത് ക്ലിനിക്കില് ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ, ഹോസ്പിറ്റലുകളിൽ ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ കൂടുതല് തിരക്ക് സൃഷ്ടിക്കാനായിട്ട് ഇടയാകുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ നാളെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് തന്നെ എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് എടുക്കും, അല്ലെ? തലേദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കും. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറയും, നാളെ 11 മണിക്ക് വായോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡോക്ടറെ കാണാം എന്ന് പറയും. അപ്പൊ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ചെല്ലും, അല്ലെ? നമ്മൾ ആ 11 മണിക്ക് അവിടെ ചെല്ലും. അപ്പൊ നമ്മുടെ ഫയൽ എടുത്തു തരും. പക്ഷെ നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് വേറെയും ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചെന്നിട്ടുണ്ടാവും, അല്ലെ? അവര് ചിലപ്പോ 10 മണിക്കോ 9 മണിക്കോ ഒക്കെ ആയിരിക്കും ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആരാണ് ആദ്യം കാണുക? അവിടെ ഫയൽ എടുത്ത പേഷ്യൻസിനാണ് ആദ്യം ഇവിടെ മുൻഗണന കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് പിന്നീടാണ് മുൻഗണന കൊടുക്കുക, കേട്ടോ. അപ്പൊ ഫയൽ എങ്ങനെയാണോ ആദ്യം പോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പേഷ്യന്റിനെ ഡോക്ടർ കാണുന്നത്. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് നേരത്തെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനേക്കാളും പ്രയോറിറ്റി ലഭിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ ക്ലിനിക്കിന്റെ തുടക്കത്തിൽ തന്നെ, ഇപ്പോ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു, രാവിലെ തന്നെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് ക്യൂ നിൽക്കും, അല്ലെ? ഇപ്പൊ ഡോക്ടർ ചിലപ്പോൾ 9:30-ക്കോ 10 മണിക്കോ ആണ് വരുന്നതെങ്കിൽ രോഗികൾ എന്ത് ചെയ്യും? 6 മണിക്ക് മുമ്പേ തന്നെ അവിടെ പോയി നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫയൽ എടുത്ത് വെപ്പിക്കുന്നത്. അതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അത്രയും ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു അഭാവം മൂലം ഇങ്ങനെയുള്ള ഒരു തിരക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 2 പോയിന്റും ക്ലിയർ ആയോ? Clear? Okay. Third point, long waiting time at the medicine room. After patients receive the prescription from the clinic counter, patients are directed to medicine room to remit the fee and receive the medicine. Okay. അപ്പൊ നമ്മള് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു, ഒപ്പിച്ചിട്ട് എടുത്തു. അതിനുവേണ്ടി നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ ഡോക്ടറെ കണ്ടു. അതിനും വേണ്ടി നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നു. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറെ നേരം എന്ത് ചെയ്യണം? നമ്മള് മെഡിസിൻ റൂമിൽ എന്ത് ചെയ്യണം? കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അതും എന്ത് തന്നെയാണ്? ഒരു ജനറൽ പ്രോബ്ലം ആണ്. നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞ് കുറെ നേരം എന്ത് ചെയ്യണം? അവിടെയും കാത്തു നിൽക്കണം, അല്ലെ? അതായത് ഒരു ദിവസമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോകുന്നത്, അല്ലെ? ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് എന്താണ്? ആ ഒരു ദിവസം നമ്മുടെ പോയി കിട്ടും. നമ്മളിപ്പോ 1 മണിക്കൂറും കൊണ്ടോ 2 മണിക്കൂറും കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം അവിടെ, അതായത് കൺസൾട്ടേഷൻ റൂമിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആ സ്ഥലത്തൊക്കെ എന്താണ്, നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മെഡിസിൻ റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ധാരാളം വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇത് വരും. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ്, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങളുടെ കുറവ്. ചില ഹോസ്പിറ്റലിൽ നമ്മൾക്ക് ചെന്ന് കാണാൻ സാധിക്കും, ചില സൗകര്യങ്ങളുടെ കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ഹോസ്പിറ്റലുകളിൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവണം എന്നില്ല. ആൾക്കാർ ക്യൂ നിന്നിട്ടായിരിക്കും ഡോക്ടറെ കാണുന്നത്. ചില ഹോസ്പിറ്റലിൽ ടോയ്ലറ്റ്സിന്റെ എന്താ പറയാ അഭാവം ഉണ്ടാവാം. ചില ഹോസ്പിറ്റലില് സ്റ്റാഫുകളുടെ, അതായത് മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫെസിലിറ്റീസിൽ വരുന്ന ഷോർട്ടേജ് ആണ്. ഓക്കെ, ആൻഡ് ഫിഫ്ത് പോയിന്റ്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ഓക്കെ, അതായത് ആംബുലേറ്ററി കെയർ, അതായത് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്ന സ്റ്റാഫുകളുടെ എന്താ പറയാ, അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള
ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു 3 മാസം നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യിക്കും അല്ലെ. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് തരും. ട്രെയിനിങ്ങിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കറക്റ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ആ ജോലിക്ക് എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജോലി നിങ്ങളുടെ ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ആദ്യമേ തന്നെ ട്രെയിനിങ് കിട്ടിയിരിക്കണം അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് ജനറൽ പ്രോബ്ലമിൽ വരുന്ന ഒന്നാണ് ഒ പി ഡിയിലെ സ്റ്റാഫുകൾക്ക് മതിയായ ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക. ഓക്കെ, ഇത് കാരണം എന്ത് ചെയ്യും? അതായത് പേഷ്യൻസ് വരുമ്പോൾ അവരോട് നല്ലോണം ബിഹേവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഇതെന്താണ്? ജനറൽ പ്രോബ്ലമില് വരുന്നത്. ഓക്കെ, 6th one, fragmentation of care, poor communication and inadequate understanding of their demands. അതായത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് പറയുന്നത് പരിചരണത്തിലുള്ള കുറവ്. രോഗികൾ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് പുവർ കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താ പറയാ നല്ല രീതിയിൽ അവരോട് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കുക. മൂന്നാമത്തത് ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും അവർക്ക് പ്രോപ്പർ ആയിട്ട് സജഷൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഞാൻ ആദ്യം ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻസ് വരുന്നത് പല ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് മെന്റൽ കണ്ടീഷൻ ആയിട്ടാണ് അവർ വരുന്നത്. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യം ഡിമാൻഡ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. അത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, കേട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അതില്ലാതിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ? ഹിയറിംഗ്, അതായത് കേൾക്കാനുള്ള കഴിവുണ്ടാവണം. കേൾക്കണം, പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ കേൾക്കണം. പിന്നെ ദെൻ ഐ കോണ്ടാക്ട്, അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവരുമായിട്ട് കൃത്യമായിട്ട് ഒരു ഐ കോണ്ടാക്ട് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. Okay, the next point, 7th point, an organizational structure geared to traditional preference and needs of the providers. അതായത് ഇവിടെ പറയുന്നത് ചില ഹോസ്പിറ്റലുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇതൊക്കെ എന്താണ്? പരമ്പരാഗത രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്തുടരുന്നത്. ഇപ്പോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ്? ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഏർലി മോർണിംഗ് തന്നെ ഹോസ്പിറ്റലിൽ വരുന്നു, ഒരു കുറെ നേരം ക്യൂ നിൽക്കുന്നു, അതിനുശേഷമാണ് ചീട്ട് എടുക്കുന്നത്, ദെൻ ഡോക്ടറെ കാണുന്നു. ഇതെന്താണ്? ഇത് തിരക്ക് സൃഷ്ടിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ചില ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല, അതായത് ഇപ്പോഴും അവരെന്താണ്? പഴയ രീതിയാണ് പിന്തുടരുന്നത്. ഇപ്പൊ എന്താണ്? നമുക്കൊരു ചീട്ട് തരും, ഒരു സ്ലിപ്പ് തരും അല്ലെ. അതിനകത്ത് നമ്മുടെ ഫയൽ നമ്പർ ഉണ്ടാകും. ആ ഫയൽ നമ്പർ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യേണ്ടത്. ഇനി ആ ഫയൽ നമ്പർ നമ്മളുടെ അടുത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അവർക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ OP നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് വരും. പക്ഷെ സാധാരണ ഒരു സ്ലിപ്പ് മാത്രം, ഒരു എന്താ പറയാ, ഒരു കടലാസ് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ എന്താണ്? നമ്മുടെ അത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? നമ്മുടെ പഴയ ഫയല് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഫയൽസ് എന്ത് ചെയ്യണം? എടുക്കേണ്ട ആവശ്യം വരും. അപ്പോ പരമ്പരാഗത രീതി പിന്തുടരുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറൽ പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാല് മാറ്റത്തിനുള്ള പ്രതിരോധമാണ്. അതായത് ഇപ്പൊ ആധുനികമായിട്ടുള്ള മെത്തേഡ്സ്, അതായത് മോഡേൺ ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകൾ, അതായത് അങ്ങനെയുള്ള രീതികൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി പിന്തുടരുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. അവിടെ പുതിയ രീതി ഇംപ്ലിമെന്റ് ചെയ്താല് അതിനെ എതിർക്കാനായിട്ട് ഒരു ഹയർ അതോറിറ്റി ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അതായത് പഴയ ആളുകൾ അതോറിറ്റി ആയിട്ട് ഇരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ. അവർക്ക് എപ്പോഴും ആ പഴയ രീതി പിന്തുടരാനാണ് ഇഷ്ടം. അതായത് പുതിയ രീതികളോട്, ആധുനികമായിട്ടുള്ള രീതികളോട് എന്ത് ചെയ്യുന്നില്ല? അവര് യോജിക്കുന്നില്ല. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. ഈ പഴയ രീതിയിലുള്ള ഒരു അതോറിറ്റി ശ്രമിക്കുന്നില്ല. എന്തെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ അതിനെന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, ചെറുക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഹോസ്പിറ്റലിലുള്ളത് എന്ത് തന്നെയാണ്, ഒരു ജനറൽ പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആണ്, ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്. രണ്ടാമത്തേത് അപ്പോയിന്റ്മെന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അതായത് നേരാമണ്ണം എന്തില്ല, അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തത്. മൂന്നാമത്തേത് നമ്മള് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം, കുറെ നേരം മെഡിസിൻ റൂമിൽ നമ്മൾ കാത്തു നിൽക്കുന്നത്. നാലാമത്തേത് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങളുടെ കുറവ്. 5 അതായത് ട്രെയിനിങ് ആയിട്ടുള്ള ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് എന്താ ചെയ്യാൻ പറ്റില്ല, അവർക്ക് നല്ല രീതിയിൽ ജോബ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ആറാമത്തേത് പരിചരണത്തിലുള്ള കുറവ്, പുവർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡിമാൻഡ്സ് നമ്മൾ ശരിയായി മനസ്സിലാക്കാത്തത്. പിന്നെ 7th വൺ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. Then last one, resistance to change, മാറ്റത്തിനുള്ള പ്രതിരോധം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ 8 കാര്യങ്ങൾ പറഞ്ഞത് ജനറൽ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്പെസിഫിക് പ്രോബ്ലം ആണ്. എന്താണ് സ്പെസിഫിക് പ്രോബ്ലം എന്ന് നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നത്. ജനറൽ പ്രോബ്ലംസിൽ നമ്മൾ ഹോസ്പിറ്റലിൽ മിക്കവാറും കാണാറുള്ള പ്രോബ്ലംസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ അറിയാം അല്ലെ, നിങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് ഈ പ്രോബ്ലംസിൽ. സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ നമുക്ക് അധികം കോമൺ അല്ല ഇത്, അതായത് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. അതായത് നമ്മൾക്കറിയാം കൺസൾട്ടേഷൻ റൂമില് ഡോക്ടർമാരുടെ കൂടെ ആരുണ്ടാവും, എപ്പോഴും അവരെ സഹായിക്കാനായിട്ട് 2-3 അസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ നഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓക്സിലറീസ് എന്ന് പറയുന്നത്. അതായത് ഡോക്ടർമാരെ സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തികളാണെന്ത്, ഓക്സിലറീസ് എന്ന് അറിയപ്പെടുക. ഓക്കെ, ഡോക്ടർമാരെ സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തികൾ. ഓക്കെ, അപ്പോ ചിലപ്പോ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടർമാരുടെ കൂടെ കുറെ പേരുണ്ടാവും, കുറെ ഡോക്ടേഴ്സ് ഉണ്ടാവും, പഠിക്കാനുള്ള പിള്ളേരല്ലേ, മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാവും കൂടെ അല്ലെ. അപ്പോ ഡോക്ടർ ഇങ്ങനെ നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, അതിനുവേണ്ടി നമ്മളെ ആദ്യം ഒന്ന് ചെക്കപ്പ് ചെയ്യും അല്ലെ, നമ്മളൊന്ന് പരിശോധിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യും. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മളുടെ പേര് കാര്യങ്ങളൊക്കെ ആദ്യം പറയും, അതിനുശേഷം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ പറയും, ദെൻ നമ്മുടെ ട്രീറ്റ്മെന്റ്, നമ്മുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എഴുതിയെടുക്കുന്നത് ആരാ, അത് നോട്ട് ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥരാ, അതായത് ഹെൽപ്പിംഗ് പേഴ്സൺ, ഓക്സിലറീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, ചില കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് അവ്യക്തമായിട്ടാണ് കേൾക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നില്ല, അതായത് നേരാവണ്ണം കേൾക്കാനായിട്ട്, ഹിയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല സ്പീഡിൽ പറയുമ്പോൾ. അപ്പൊ അവരെന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ എന്താണ് വിട്ടുപോയിട്ടുണ്ടാവും പറയുന്നതിന്റെ ഇടയിൽ. ഇപ്പൊ രോഗി ചിലപ്പോ പനി ഉണ്ടെന്നായിരിക്കും പറയുന്നത്,
പറയുന്നത്. പക്ഷെ ഇവര് കേൾക്കുന്നത് എന്താണ്? ചുമയുണ്ടെന്നായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഇതെന്തിന് കാരണമാകും? അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷന് കാരണമാവും. അതായത് ഫയലിൽ എന്താണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇവര് എഴുതി എടുത്തിട്ടുണ്ടാവുക. ഇതിനാണ് എന്ത് പറയുന്നത്? ഈ ഓക്സിലറീസ് ആർ ഡൺ, അതായത് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. അതായത് സഹായ ഉദ്യോഗസ്ഥരുടെ ആ ഒരു തിടുക്കം മൂലം, അതായത് ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താണ് പറയാ വേറെ എന്തെങ്കിലും എന്താ പറയാ ചിലപ്പോൾ വേറൊരു ഡ്യൂട്ടി ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു തിരക്ക് മൂലമൊക്കെ എന്താണ് ഇവര് പെട്ടെന്നൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്നത് എന്താണ് ഈ ഒരു എന്താ പറയാ ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷന് കാരണമാകാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ചില ഡോക്ടർമാരുടെ അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, ഭയങ്കര ഗമയായിരിക്കും. അതായത് ഡോക്ടർമാരെക്കാളും ഭയങ്കര പവർ ആയിരിക്കും എന്ത്, അതായത് ഭയങ്കര അഹങ്കാരം, അത് ഭയങ്കര ജാടയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകള് എന്ത് ചെയ്യുന്നു? ഈ പേഷ്യൻസ് വരുമ്പോൾ അവരോട് മിസ്ബിഹേവ് ചെയ്യുന്നു, മോശമായിട്ട് പെരുമാറുന്നു. ഓക്കെ, അതും എന്ത് തന്നെയാണ്? സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയോ സ്പെസിഫിക് പ്രോബ്ലംസിൽ? ഓക്കെ, then മൂന്നാമത്തെ പോയിന്റ്, ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്, creating a long queue of patients even before the arrival of doctors. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം കൊണ്ട്, അതിന്റെ ആബ്സെൻസ് കൊണ്ട് പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു അതായത് ഡോക്ടർമാര് വരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ OP ടൈം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കാത്തു നിൽക്കാനായിട്ട് തുടങ്ങുന്നു. ഇത് ഡോക്ടർമാര് വരുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ അതായത് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂമിന് മുന്നിലായിട്ട് ഒരു വലിയൊരു ക്യൂ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തില്ല? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അതായത് അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണ് പേഷ്യൻസ് അവിടെ വരുന്നത് അല്ലെ. അവര് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ചെന്നിട്ട് OP ഷീറ്റ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നു. ഓക്കെ, ഡോക്ടർ വരുന്നത് 9:30 10 മണി ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ ഡോക്ടർ വരുന്നത്. പക്ഷെ ഇവരെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ എന്ത് ചെയ്യണം? നമ്മള് ഏർലി മോർണിംഗ് തന്നെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡോക്ടറിന്റെ ചീട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ചില ഡോക്ടർമാരുണ്ട്, കണ്ണിന്റെ ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെയുള്ള ഡോക്ടർമാര് ചിലപ്പോൾ ഒരു ആദ്യത്തെ ഒരു 25 ടോക്കൺസോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 30 ടോക്കൺസോ ഒക്കെ എന്താണ് കൺസൾട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് രാവിലെ തന്നെ, ഇപ്പോ 10 മണിക്കാണ് ഡോക്ടർ വരുന്നതെങ്കിൽ എന്താണ് വെളുപ്പിന് 6 മണിക്ക് തന്നെ എന്ത് ചെയ്യണം? നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കണം. 8 മണിക്കാണ് അവിടെ സാധാരണ OP തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് ആ ക്യൂവിൽ നിന്നിട്ട് 8 മണിയാവുമ്പോഴത്തേനും നമുക്ക് ചീട്ട് കിട്ടിയിട്ട് ആദ്യം തന്നെ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ വൈകിയാണ് പോകുന്നതെങ്കിലോ നമ്മൾ കാണോ 12 മണിയായാലും എന്ത് ചെയ്യില്ല? നമുക്ക് ചീട്ട് കിട്ടില്ല കേട്ടാ. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലില് അന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ എന്തുണ്ടാകുന്നു? ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ക്യൂ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, then fourth point, interruption of consultation or investigation. അതായത് ഡോക്ടർമാര് നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ നമ്മളെ നോക്കാതിരിക്കുക. ഓക്കെ, ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എഴുതുകയാണെങ്കിൽ, ഇപ്പോ ബ്ലഡ് ടെസ്റ്റിനോ അല്ലെങ്കിൽ എക്സ്റേക്കൊക്കെ എഴുതുവാണെങ്കിൽ അത് തമ്മിൽ മാറിപ്പോവുക. ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എഴുതേണ്ട പേഷ്യന്റിന് എക്സ്റേ എഴുതും, എക്സ്റേ എഴുതേണ്ട പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റ് എഴുതും. അങ്ങനെ എന്ത് ചെയ്യുക? മാറിപ്പോവുക. അപ്പൊ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് എന്ത് പറ്റുന്നുണ്ട്? തെറ്റ് പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഫിഫ്ത് പോയിന്റ്, ലാക്ക് ഓഫ് പ്രൈവസി. ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്നത് എന്തൊക്കെയാ? ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞാല് അതായത് പ്രൈവസിയുടെ എന്താ പറയാ അഭാവം എന്നാ പറയുന്നത് അല്ലെ. അതിനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത് ഓപ്പൺ ആയി കിടക്കുക. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് ഹെൽത്ത് ഇഷ്യൂ പറയുമ്പോൾ മറ്റു പേഷ്യൻസ് അത് കേൾക്കാനായിട്ട് ഇടവരിക.
അതുപോലെ തന്നെ സ്കാനിങ് ചെയ്യുന്ന സ്ഥലങ്ങള്, ഇഞ്ചക്ഷൻ ചെയ്യുന്ന റൂമുകള്, എക്സ്റേ ചെയ്യുന്ന സ്ഥലങ്ങള്, ഇതൊക്കെ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഡോറ് ഓപ്പൺ ആയി കിടക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അനാവശ്യമായിട്ട് പേഷ്യൻസിനോട് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിനൊന്നും കൂടി പറയാം. ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്ന കാര്യങ്ങളാണ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത് ഓപ്പൺ ആയി കിടക്കുക. ഹെൽത്ത് ഇഷ്യൂ, ഒരു പേഷ്യന്റ് ഹെൽത്ത് ഇഷ്യൂ പറയുമ്പോൾ അത് മറ്റു പേഷ്യൻസ് കേൾക്കാനായിട്ട് ഇടവരിക. പിന്നെ സ്കാനിങ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ് ഓപ്പൺ ആയിട്ട് കിടക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് മറ്റ് സ്റ്റാഫുകൾ പേഷ്യൻസിന്റെ വിവരങ്ങൾ ആരായുക. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യുക. മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാല് അത് ആ ഒരു വ്യക്തിയും ഹോസ്പിറ്റലും തമ്മിലുള്ള എന്താണ് ഇടപാടാണ്. അതായത് ആ ഒരു വ്യക്തിക്കും ആ ഒരു ഹോസ്പിറ്റലിനും മാത്രമാണ് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതിനിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നിട്ട് ആ മെഡിക്കൽ റെക്കോർഡ്സ് എന്താ പറയാ എടുക്കുകയാണെങ്കിൽ എന്താണ് അതൊരു തേർഡ് പാർട്ടി ആക്സസ് ആണ് അവിടെ. അപ്പൊ അത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ഈ ഒരു ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് 6th one, illegible handwriting of the doctors. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലെ? ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ? ഡോക്ടർമാരുടെ എഴുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? ഉണ്ടോ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ്? ഇല്ല അല്ലെ? ആർക്കും മനസ്സിലാവാറില്ല. അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. OPD സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരുടെ കൈയക്ഷരം, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മനസ്സിലാകാത്തത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസിൽ വരുന്നതാണ്. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്ന ആർക്കാണ്? ഫാർമസിസ്റ്റിന് മാത്രമാണല്ലോ അത് മനസ്സിലാവുക. ഓക്കെ. Then 7th one, പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി തന്നെ പല രോഗത്തിനായിട്ട് പല മരുന്നുകൾ കഴിക്കുന്നതാണ് എന്ത്? പോളിഫാർമസി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റ്, അയാൾക്ക് ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, അയാൾ ഒന്നിലധികം മരുന്നുകൾ കഴിക്കുകയാണല്ലേ ചെയ്യുന്നത്. ഇതെന്താണ് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്, സ്പെസിഫിക് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. കാരണം മരുന്ന് കൊടുക്കുന്ന ഫാർമസിസ്റ്റിനായാലും എഴുതുന്ന ഡോക്ടർക്കായാലും എന്താണ് കൺഫ്യൂഷൻ വരാം. കാരണം ഇത്രയും മരുന്നുകൾ ഇയാൾ കഴിക്കുന്നില്ല, ഇയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, അവിടെ ബോധർ ചെയ്യും. അപ്പോ എന്താണ് പോളിഫാർമസി എന്ന് പറയുന്നത് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് ഈസ് ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അതായത് ഹോസ്പിറ്റലുകളിലെ ക്യൂ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ആളുകൾ എന്ത് ചെയ്യും, ക്യൂ നിൽക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഇടക്കിട്ട് വന്ന് കയറി നിൽക്കും. പിന്നെ ചില ആളുകൾ അനുവാദം ചോദിക്കാതെ നമ്മുടെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ തിരിച്ചു പോകും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. 9th one, prescribed medicines are not always available at pharmacy. പിന്നെ ചില സ്ഥലത്ത്, ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടർ കുറിച്ച് തന്ന, പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മരുന്നുകൾ ഉണ്ടാവാതിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു വളരെ നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നമ്മള് OP ചീട്ട് നമുക്ക് കിട്ടുന്നതും നമ്മൾ ഡോക്ടറെ കാണുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുശേഷം മരുന്ന് മേടിക്കാനായിട്ട് നമ്മൾ ഫാർമസി ചെന്ന് നിൽക്കുന്നു. ഫാർമസി ചെന്ന് നിന്ന് 1 മണിക്കൂറോളം നമ്മൾ നിന്നിട്ട് ഫാർമസിസ്റ്റിന്റെ അടുത്ത് ചീട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവര് പറയാണ് ഇവിടെ ഈ മരുന്നില്ല. നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ അറിയാം അല്ലെ. നമ്മൾ അത്രയും നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മരുന്നില്ല എന്ന്. ഇതൊക്കെ എന്ത് തന്നെയാ, ഇതും ഒരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. 10th one, use of trade name of medicines by the doctors create confusion to patients when different named medicines of same genera is supplied to the patients. അതായത് ട്രേഡ് നെയിമുകള് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ പറഞ്ഞുതരാം അതിന്റെ. അതായത് ട്രേഡ് നെയിംസ് ഡോക്ടർമാര് സെയിം ജനറയിലുള്ള മരുന്നുകൾക്ക് ട്രേഡ് നെയിമുകൾ യൂസ് ചെയ്യുന്നത് പേഷ്യൻസിന് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ഒന്നുകൂടി പറയാം. അതായത് ഒരേ ജനസിലുള്ള, അതായത് സെയിം ജനറയിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ ഡോക്ടർമാർ മരുന്നുകളുടെ ട്രേഡ് നെയിം ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗികളിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്.
അതായത് മരുന്നുകൾ 2 തരത്തിലാണുള്ളത്. ഓക്കെ, നമുക്ക് മരുന്നുകളെ ജനറിക് മെഡിസിൻ എന്നും ട്രേഡ് മെഡിസിൻ അഥവാ ബ്രാൻഡ് മെഡിസിൻ എന്നും തിരിക്കാം. 2 തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, അതായത് ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് അതായത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കുറെ വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. അവരുടെ അനേക നാളത്തെ പ്രയത്നത്തിനും അവരുടെ എഫേർട്ടിന്റെയും അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഭീമമായിട്ടുള്ള ഒരു തുക മുടക്കുന്നുണ്ട് അല്ലെ. എന്താ കോടിക്കണക്കിന് രൂപയൊക്കെ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മരുന്ന് ഫൈനലൈസ് ചെയ്യുന്ന ഒരു മരുന്ന് അവർ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യും, അതായത് നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഇവര് പാറ്റന്റ് മേടിക്കും. ഒരു 20 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, മരുന്ന് കമ്പനിക്കാർക്ക് ഗവൺമെന്റ് പേറ്റന്റ് കൊടുക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും പേറ്റന്റ് കൊടുക്കുന്നത്? അതായത് ഈ ഒരു സമയം വരെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഇത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അവർ വളരെ വർഷങ്ങൾ എടുത്താണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ധാരാളം എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരിതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഓക്കെ, ഇതൊക്കെ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പേറ്റന്റ് എടുക്കുന്നത്. പേറ്റന്റ് എടുക്കുന്നത് എന്തിനാണ്? പേറ്റന്റ് എടുക്കുന്നത് അതായത് ഈ പേറ്റന്റ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് ഈ ഒരു മരുന്ന് 20 വർഷത്തേക്കാണ് സാധാരണ പേറ്റന്റ് എടുക്കുന്നത്. 20 വർഷത്തേക്ക് വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് നിർമ്മിക്കാനോ വിൽക്കാനോ അവകാശമില്ല. അതിന് അവകാശം ആർക്കും മാത്രം, ഈ മരുന്ന് കണ്ടുപിടിച്ച മരുന്ന് കമ്പനിക്ക് മാത്രം. അതിനു വേണ്ടിയിട്ടാണ് പേറ്റന്റ് എടുക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു 20 വർഷക്കാലം വിറ്റ് കഴിഞ്ഞാല് ഇവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ള ചെലവഴിച്ചിട്ടുള്ള തുക എന്ത് ചെയ്യും, ഇവർക്ക് ധാരാളമായിട്ട് ലഭിക്കും. അതിന്റെ ഇരട്ടി തുക എന്ത് ചെയ്യും, ലാഭമായിട്ടും ലഭിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പേറ്റന്റ് എടുക്കുന്നു. ഓക്കെ, ഇനി 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞ് ഇവരുടെ പേറ്റന്റ് കാലാവധി എന്ന് പറഞ്ഞാൽ തീർന്നു എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും, അതായത് മറ്റ് കമ്പനികൾ എന്ത് ചെയ്യും, അതായത് ഈ സെയിം ഇവരെന്താണോ ഈ മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് പല ഫ്ലേവറുകളിലായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ പല കളറുകളിലായിട്ടൊക്കെ എന്ത് ചെയ്യും, മരുന്നുകള് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ പല കമ്പനികള് പല പേരിൽ എന്തറിയപ്പെടും, ഈ മരുന്നുകള് ഇറക്കും. ഓക്കെ, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷെ പല പേരുകളിലായിരിക്കും എന്ത് ചെയ്യുക, ഇറക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിച്ചതാണ്. അതിനകത്ത് ഒരു കമ്പോണന്റേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഈ ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാത്രമാണ് അത് കണ്ടുപിടിച്ചത്. പേറ്റന്റ് കാലാവധിക്ക് ശേഷം എന്ത് ചെയ്യും, ഇത് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികള് പല പേരുകളിലായിട്ട് ഇറക്കും. അപ്പൊ ഇതിനെന്ത് ചെയ്യും, ഇതിന് വില കുറയാണ് ചെയ്യുക കേട്ടോ. ആദ്യം നമുക്കറിയാലോ, അതായത് പല മരുന്നുകൾക്കും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ വരുന്നത് അത് ആ ഒരു കമ്പനിയുടേത് മാത്രമായിട്ട് പേറ്റന്റ് നിൽക്കുമ്പോഴാണ് അങ്ങനെ കൂടുതലായിട്ട് ഭീമമായിട്ടുള്ള തുക വരുന്നത്, മരുന്ന് കിട്ടാത്ത ഒരവസ്ഥ വരുന്നത്. എന്നാൽ ആ ഒരു പേറ്റന്റ് കാലാവധി കഴിയുമ്പോൾ പല കമ്പനികൾ കൂടുതലായിട്ട് ഇത് വിൽക്കാനായിട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇതിന്റെ പ്രൈസ് കുറയാണ് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? എന്താണ് ജനറിക്, എന്താണ് ട്രേഡ്? ഓക്കെ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു എളുപ്പം എക്സാമ്പിൾ പറയാം. അതായത് കൊളസ്ട്രോളിന്റെ ഗുളിക എന്ന് പറയുന്നത് റൊസാസ്റ്റിൻ എന്നാണ് കൊളസ്ട്രോളിലെ ടാബ്ലറ്റിന്റെ പേര്. അതൊരു ജനറിക് മെഡിസിൻ ആണ്. ജനറിക് നെയിം ആണെന്ത്, റൊസാസ്റ്റിൻ എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് റൊസാസ്റ്റിൻ എന്ന് പറയുന്ന എന്താ പറയാ പേരിലാണ് ഇത് അറിയപ്പെടുക. ഇനി ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് റൊസാസ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. ഡോക്ടറിന്റെ വീട്ടിലാണ് പോകുന്നത്, അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. പക്ഷെ അദ്ദേഹം എനിക്ക് തരുന്ന മരുന്ന് റൊസാസ്റ്റിൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനി അല്ല തരുന്നത്, അല്ലെ, ആ ഒരു മരുന്നല്ല തരുന്നത്. പകരം എനിക്ക് തരുന്നത് റോസുവാസ് എന്ന് പറയുന്ന റോസുവാസ് 10 എന്ന് പറയുന്ന ട്രേഡ് നെയിമിലുള്ള മരുന്നാണ് തരുന്നത്.
ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. അതായത് നമ്മളിപ്പോ ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കാത്ത് മെഡിക്കൽ റെപ്പുകൾ നിൽക്കും അല്ലെ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് നിൽക്കുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? അതായത് അവരുടെ കമ്പനിയുടെ മരുന്ന് ഡോക്ടറിന് കൊടുത്തിട്ട് ഡോക്ടർ എന്ത് ചെയ്യണം, അത് പേഷ്യൻസിന് എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ കാത്തു നിൽക്കുന്നത്. അപ്പൊ ഡോക്ടർക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ള കമ്പനി, അവരുടെ മരുന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, റൊസാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളുടെ ഗുളിക റോസ്റ്റിൻ 10 എന്ന പേരിലും റോസുവാസ് 10 എന്ന പേരിലും മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോ റൊസാസ്റ്റിൻ എന്ന് പറയുന്നത് ഇതിന്റെ ജനറിക് നെയിമാണ്, ആദ്യം കണ്ടുപിടിച്ച് വരുന്നത്. അതിനുശേഷം അതിന്റെ പേറ്റന്റ് തീർന്നിട്ടാണ് എന്ത് ഇറക്കിയത്, റോസ്റ്റിനും അതുപോലെ റോസുവാസ് 10 എന്ന് പറയുന്ന മരുന്നുകള് ഇറക്കിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. നമ്മുടെ പാരസെറ്റാമോൾ എന്ന് പറയുന്ന മരുന്ന് നമ്മൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്നത് എന്താ, ഒരു വെള്ള സ്ട്രിപ്പ്, അതായത് സിൽവർ സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് കിട്ടുന്നത്, വൈറ്റ് കളർ. ഇത് തന്നെ നമുക്ക് ഡോളോ എന്ന പേരിൽ എന്ത് കിട്ടും, നമുക്ക് അവൈലബിൾ ആണ്. അത് ട്രേഡ് നെയിമാണ്. ഡോളോ എന്താ, ട്രേഡ് നെയിമാ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പനിയുടെ മരുന്ന് പല ഫ്ലേവറിലും പല കളറിലും അവൈലബിൾ ആണ്. അതൊക്കെ എന്തിൽ വരുന്നതാ, ട്രേഡ് നെയിമിൽ വരുന്നതാ. എപ്പോഴും ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞാല് അതിന്റെ ആ ഒരു പേറ്റന്റ് കഴിയുമ്പോൾ അതിന്റെ എന്ത് പറയും, അതിന്റെ വീര്യങ്ങളൊക്കെ എന്താണ്, അതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ട്രേഡ് നെയിമിലാണ് എന്ത് ചെയ്യുക, നമുക്കത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, ട്രേഡിനകത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള എന്താണ് ട്രേഡ്, എന്താണ് ജനറിക് എന്ന് വ്യത്യാസം പറഞ്ഞു തന്നതാണ് കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 11th പോയിന്റ് കേട്ടോ. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ, ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. അതായത് ഡോക്ടർമാര് നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരുന്നില്ല, എത്ര കാലം നമ്മൾ മരുന്ന് യൂസ് ചെയ്യണം എന്നുള്ളതിന്. ഓക്കെ, നമ്മൾക്കിപ്പോ ഷുഗർ ഉണ്ട്, അത് ഒരു പേഷ്യന്റിന് ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുക. ഷുഗർ പേഷ്യന്റിനോട് ഡോക്ടർ പറഞ്ഞു 1 മാസം മരുന്ന് കഴിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു. 1 മാസം എന്നാ പറഞ്ഞത്. ഇയാള് അതനുസരിച്ച് മരുന്ന് കഴിച്ചു. പിന്നീട് വീണ്ടും ഷുഗർ ചെക്ക് ചെയ്തു. അപ്പൊ ഷുഗർ കുറവായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ആ മരുന്ന് നിർത്തി. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല അല്ലെ. അപ്പൊ ഡോക്ടർമാരെന്ന് പറയുന്നത് അവർ പറയുന്നില്ല ഇത് എത്ര കാലം കഴിക്കണം എന്ന് പ്രോപ്പറായിട്ട് നമ്മളോട് പറയില്ല. അവര് നമ്മളോട് പറയുന്നത് ഇത്ര നാള് കഴിക്കും, എന്നിട്ട് എന്നെ വന്ന് കൺസൾട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് വരും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യന്റിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. അതെന്താണ്, സ്പെസിഫിക് പ്രോബ്ലമിൽ വരുന്ന. ഓക്കെ, ആൻഡ് 12th one, sometime wrong medicine are given by the pharmacist. പിന്നെ ചില സമയത്ത് ഫാർമസിസ്റ്റിന്റെ അശ്രദ്ധ കൊണ്ട് മെഡിസിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ പനിക്കുള്ള മരുന്നായിരിക്കും പേഷ്യന്റ് വേണ്ടത്, ഇവര് കൊടുത്തിരിക്കുന്നത് ഛർദിയുടെ മരുന്നായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് മാറിപ്പോകാറുണ്ട്. അതും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. 13, ഇൻസെഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് ടോയ്ലറ്റിൽ കയറാനേ തോന്നില്ല, അത്രയും വൃത്തിഹീനമായിരിക്കും അവിടുത്തെ ഒരു പരിസരം എന്ന് പറയുന്നത്. അതായത് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല നേരാവണ്ണം. അപ്പൊ അതും എന്താണ്, സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് 13 പോയിന്റ്സ് ഉണ്ട് കേട്ടോ, സ്പെസിഫിക് പ്രോബ്ലംസ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് മോളെ, അതായത് പേഷ്യൻസിന്റെ, അതായത് നമ്മള് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഒക്കെ ഉണ്ടല്ലോ, അതായത് പേഷ്യൻസ് എന്താ പറയാ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇത് തുറന്നു കിടക്കുക. അതായത് മറ്റുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും, അത് കേൾക്കാനായിട്ട് ഇടവരും. നമ്മളിപ്പോ ഡോക്ടർമാരുടെ റൂമിൽ ഡോർ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, എന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ എന്താണ്, മറ്റുള്ള പേഷ്യൻസ് അവിടെ ക്യൂല് നിൽക്കുകയാണ് അല്ലെ, അവരെന്ത് ചെയ്യും, കേൾക്കാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ സ്കാനിങ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും, ഇഞ്ചക്ഷൻ റൂമുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തുറന്നു കിടക്കുന്ന എന്താണ്, അതും പ്രൈവസിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് എന്ത് ചെയ്യും, പേഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പേര്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷെ ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ അവരോട്
ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്, എത്ര കാലമായി ഇത് പറ്റിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് എന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടും. അതും ഇതൊരു ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ആക്സസ് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിന്റെ ബാധ്യതയാണെന്ത്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക എന്നുള്ളത്. മറ്റൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് പുറത്തുനിന്ന് ഒന്ന് കാണാനായിട്ട് പാടില്ല. ഓക്കെ, മെത്തേഡ്സ് ടു സോൾവ് കേട്ടോ. ഇനി ഈ പ്രോബ്ലംസിനൊക്കെ, അതായത് നമ്മൾ ജനറൽ പ്രോബ്ലംസും കണ്ടു, സ്പെസിഫിക് പ്രോബ്ലംസും കണ്ടു അല്ലെ. അപ്പൊ ഈ പ്രോബ്ലംസിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ നോക്കാം, മെത്തേഡ്സ് കേട്ടോ. ആദ്യത്തേത് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഡയറക്ഷണൽ സൈൻ. അതായത് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോകാനായിട്ട് ഇന്ന വഴികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്കറിയാം, ആരോ മാർക്കുകൾ, ഡയറക്ഷണൽ സൈൻ എന്ന് പറയും. അപ്പോ എന്താ പറയാ, റിസപ്ഷനിലേക്ക് പോകുന്നത് ഈ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ്, റൈറ്റിലേക്ക് ഒരു ആരോ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് OPD, അതായത് നമ്മള് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ്, നേരെ മുകളിലോട്ടുള്ള ആരോ ചിഹ്നം കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഡയറക്ഷണൽ സൈനുകളൊക്കെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇതിനെ എന്താ പറയാ, സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രധാന എന്താ പറയാ ഇതാണ് കേട്ടോ. ഇനി രണ്ടാമത്തേത് ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. അതായത് പെട്ടെന്ന് തന്നെ ഇപ്പൊ രോഗികൾ വരുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ, രോഗികൾ പെട്ടെന്ന്, പേഷ്യൻസ് പെട്ടെന്ന് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുത്തു കൊടുക്കാനും എന്താണ്, ഫാസ്റ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാനൊക്കെ സാധിക്കും. അപ്പൊ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം, നമ്മള് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ. And third one, multiple and multi-purpose fee collection zone. അതുപോലെ തന്നെ ഫീസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് ഒരു സോൺ മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത്, ഒന്നിലധികം സോണുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമുക്കറിയാം, ഇപ്പോ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക. ആ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് പല സ്ഥലങ്ങളിലായിട്ട് ഒന്നിലധികം കൗണ്ടറുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. Okay. And fourth point, adequate number of doctors as per patient volume. അതായത് ഈ ഒരു പേഷ്യന്റ് എണ്ണം എത്രയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡോക്ടർമാരുടെ എണ്ണം ഉണ്ടാകണം. ഇപ്പോ 100 പേഷ്യൻസിന് ഒരു 10 ഡോക്ടർ വരെ ആകാം. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് രോഗികൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ഈ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, നമ്മൾക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട അല്ലെ. ഇപ്പൊ നമുക്കൊരു ടോക്കൺ കിട്ടി, ആ ടോക്കൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ ചെന്ന് ഇരുന്നാൽ മതി. നമ്മൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമുക്കിപ്പോ ചായ കുടിക്കാൻ പോകാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എന്ത് പറ്റും, ഈ ഡിസ്പ്ലേ ടോക്കൺ കൊണ്ട് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫീ കളക്ഷൻ സോൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാവണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബ്ലഡ് കളക്ഷനുള്ള സൗകര്യങ്ങള്, പിന്നെ എന്താണ്, ഇപ്പോ സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനുള്ള സൗകര്യങ്ങള്, ഇതൊക്കെ എന്താണ്, പല കൗണ്ടറിലായിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഒന്നിലധികം ഉണ്ടായിരിക്കണം. അപ്പോ കൂടുതലായിട്ട് പേഷ്യൻസ് അവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ്, adequate seating capacity, entertainment with the TV, magazine or health education measures through leaflets, posters, magazine. അതായത് നമുക്ക് പേഷ്യൻസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് ചെയർസ് അവിടെ അവൈലബിൾ ആയിരിക്കണം, കസേരകൾ ഉണ്ടായിരിക്കണം പേഷ്യന്റിന് ഇരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ TV പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മാഗസീൻസ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, ലീഫ്ലെറ്റ്സുകള്, ഇതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ഇതിന് അതായത് നമുക്ക് ബോറടിക്കുകയുമില്ല, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മുടെ എന്താ പറയാ ആരോഗ്യ വിദ്യാഭ്യാസം കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള മാഗസീൻസും മറ്റും സഹായിക്കും. ഇപ്പൊ ആരോഗ്യം പോലുള്ള മാഗസീൻസ് ഒക്കെ ഉണ്ടല്ലോ, മാസികകളൊക്കെ, അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ് ലഭിക്കും. ഓക്കെ. നെക്സ്റ്റ്, സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. അതായത്
ജൂനിയർ ഡോക്ടർമാരുടെ OP ഉണ്ടായിരിക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ എന്താണ് ജൂനിയർ ഡോക്ടർമാർ ധാരാളം ഉണ്ട്. നമ്മളിപ്പോ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് അവരാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആരെയാണോ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ സ്പൈനൽ എന്തെങ്കിലും നട്ടലിന് എന്തെങ്കിലും പ്രശ്നമായിട്ടൊരു രോഗി ചെല്ലുവാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയണം എന്നുണ്ടാവില്ല ആരെയാണ് കാണിക്കേണ്ടത്. എല്ലിന്റെ ഡോക്ടറെ, അതായത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയാം. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു അയാൾക്കൊരു ഐഡിയ ഇല്ല ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. പല ഡോക്ടർമാരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ജൂനിയർ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാല് അദ്ദേഹം നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് പറയും? അതായത് അയാൾക്ക് സർജറി ആവശ്യമായിട്ടുണ്ടാകാം നട്ടലിന്. അപ്പൊ അയാൾ എന്തായാലും എന്ത് ചെയ്യണം? ഓർത്തോ സർജനെയാണ് കാണേണ്ടത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് ആരാണ്? ഈ ഒരു ജൂനിയർ ഡോക്ടറാണ് തരുന്നത്. അപ്പൊ ജൂനിയർ ഡോക്ടർമാരുടെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, രോഗിയെ പരിശോധിക്കുന്ന കാര്യത്തിൽ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ? ഒരു ഡൗട്ടും ഇല്ലേ? ക്ലിയർ ആണ് മാം. സ്പീഡായോ? ഇല്ല. സ്പീഡില്ല. ഓക്കെ, ക്ലിയർ ആണ്. എന്തെങ്കിലും ചോദിക്കണോ? ഓർഗനൈസേഷൻ അതായത് ആ ഒരു ഓർഗനൈസേഷനില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതിനകത്ത് ആദ്യം വരുന്നത് വിദ്യ ആദ്യം വരുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ് ആണ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകൾ എന്താ പറയാ? സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്നാണ് പറയാ. ഇനി നഴ്സിംഗ് സ്റ്റാഫിൽ വരുന്നത് നഴ്സുമാരും അതുപോലെ തന്നെ ANMS ആണ്. ANMS എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്സിലറി നഴ്സ് മിഡ്വൈഫറീസ്, അതാണ് ANMS കേട്ടോ. ഇനി സബ് സർവിയന്റ് സ്റ്റാഫിൽ വരുന്നതാണ് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. അതായത് റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ECG എടുക്കുന്ന സ്റ്റാഫുകൾ, അവരൊക്കെ ആരാണ്? സബ് സർവിയന്റ് സ്റ്റാഫുകളാണ്. ലാസ്റ്റ് വൺ ക്ലറിക്കൽ സ്റ്റാഫ്, നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ആരാ? അത് ക്ലറിക്കൽ സ്റ്റാഫിലാണ് വരുന്നത് കേട്ടോ. ടെൻത്ത് പോയിന്റ് ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നില്ല ഇവിടെ? പറയുമ്പോ ഉണ്ടായിരുന്നില്ലേ ജനറിക് നെയിമും ട്രേഡ് നെയിമും? ചോദിച്ചതാരാ? റംലയല്ലേ? ഓക്കെ ഓക്കെ. എന്താണ്? ക്ലിയർ അല്ല കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് പറയോ? ട്രേഡ് മെഡിസിൻ ഒറ്റ വേർഡ്സില് ആൻസർ ഉണ്ടോ ചോദിക്കാം. ഫസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഒന്നുകൂടി പറയാം. അതായത് 2 തരത്തിലുണ്ട് മെഡിസിൻസ്. ഒന്ന് ജനറിക് മെഡിസിന്, 2 ട്രേഡ് മെഡിസിന്. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, വളരെ കാലത്തെ എഫേർട്ടിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറിക് മെഡിസിൻ കണ്ടുപിടിക്കുന്നത്. അതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കണ്ടുപിടിക്കുന്നത്. അവരുടെ കുറെ നാളത്തെ ഗവേഷണത്തിന് ശേഷവും അതുപോലെ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് അവർ ചെലവാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഈ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇവര് ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യും? പേറ്റന്റ് എടുക്കും. 20 വർഷത്തേക്കാണ് ഒരു പേറ്റന്റ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പേറ്റന്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ 20 വർഷം കൊണ്ട് ഇവർക്ക് ചെലവാക്കിയ തുക ഇവർക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഈ 20 വർഷത്തിന് ശേഷം പേറ്റന്റ് കാലാവധി അവസാനിച്ചു കഴിയുമ്പോൾ മറ്റ് കമ്പനികൾക്ക്, അതായത് മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് എന്ത് ചെയ്യാം? ഈ സെയിം കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട്
പല രീതിയിൽ എന്ത് ചെയ്യാം, പല പേരുകളിലായിട്ട് പല ഫ്ലേവറുകളിലായിട്ട് എന്ത് ചെയ്യാം, മരുന്നുകൾ വിൽക്കാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, അതായത് റൊസാസ്റ്റിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോളിന്റെ ഒരു ടാബ്ലറ്റ് ആണ്. അത് അതിന്റെ ജനറിക് നെയിമാണ്. ഓക്കെ, ഇനി അത് തന്നെ പല പേരുകളില് പല കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മരുന്ന് ഇറക്കുന്നുണ്ട്. അതിന്റെ 2 എക്സാമ്പിൾ ആണ്. ഒന്ന് റോസ്റ്റിൻ 10 എന്ന് പറയുന്നതും ഒറോസുവാസ് 10 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ആ മരുന്നുകൾ ഇപ്പോ വീട്ടിൽ ആരെങ്കിലും കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ ഏത് ട്രേഡ് അവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മരുന്ന് ഏത് കമ്പനിയുടേതാണ്, അത് ട്രേഡ് നെയിമിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ കമല? ഓക്കെ, സ്പെസിഫിക് പ്രോബ്ലംസിൽ 4ാമത്തെ പോയിന്റ് ഒന്ന് പറയൂ. പറയാം. ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഡോക്ടർമാര് നമ്മളെ ശരിയായി എന്താ പറയാ ചെക്ക് ചെയ്യാതിരിക്കുക, നമ്മളെ ശരിയായി കൺസൾട്ട് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ടെസ്റ്റുകൾ അതുപോലെ മാറിപ്പോവുക. ഇപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ബ്ലഡ് ടെസ്റ്റിനാണ് എഴുതിയത്. ഓക്കെ, പക്ഷെ എനിക്ക് ശരിക്കും ബ്ലഡ് ടെസ്റ്റ് അല്ല വേണ്ടത്, എക്സ്റേ എടുക്കേണ്ട ആവശ്യമേ എനിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം, അങ്ങനെ മാറിപ്പോവുക. ചില കേസിൽ അങ്ങനെ വരാറുണ്ട്, സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് ഡോക്ടർമാര് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം നമുക്ക് മരുന്ന് തരും. ഓക്കെ, മരുന്ന് തരും. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോകും, മരുന്ന് കഴിക്കും. ചിലപ്പോൾ നമുക്ക് ഭേദമായിന്ന് വരില്ല. രണ്ടാമത് ഒന്നും കൂടി പോകുമ്പോൾ ശരിക്കും എന്താണ് പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ ചില ഡോക്ടർമാർ അങ്ങനെ ചെയ്യാനായിട്ട് പറയില്ല. ചിലവർ പറയും ഈ മരുന്ന് തന്നെ കഴിക്കൂ, കുറച്ച് ദിവസം എടുക്കും മാറാൻ, അതിനുശേഷം വരാനായിട്ട് പറയും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എന്താണ് എഴുതാത്തത്, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ മര്യാദയ്ക്ക് എന്ത് ചെയ്യാം, നമ്മളെ ട്രീറ്റ് ചെയ്യാത്തത്. അതൊക്കെയാണ് 4ാമത്തെ പോയിന്റിൽ വരിക. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താ ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയി? വായിച്ച മനസ്സിലാവില്ല നിങ്ങൾക്ക്? അധികം പ്രോബ്ലം ഇല്ലല്ലോ. വായിക്കണം കേട്ടോ, വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സൈഡിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോ ഈ മിസ് എന്താണ് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയും നിങ്ങൾ കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി പോവുക. ഇങ്ങനെയുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ വേണ്ട, ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.